സമൂസകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ വെച്ചിട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇത് പൊരിക്കല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൃഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞതാക്കി കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഞാൻ എള്ളിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ടോ. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ വെച്ചാൽ ഇങ്ങനെ ആക്കണ്ട കേട്ടോ. ഞാൻ എടുത്തത് എല്ലുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ആ എല്ലിൽ നിന്ന് വേർതിരിച്ചത് കേട്ടോ. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്ത് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് വാടി വന്നിട്ട് വേണം കേട്ടോ നമുക്കിനി ബാക്കി ചെയ്യാൻ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മുളകും പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ഇനി ചിക്കനും കൂടി ഇട്ടെടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ചിക്കനിൽ ഉപ്പുണ്ട്, പിന്നെ ഉള്ളി വാട്ടുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ട് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി. ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഈ ചിക്കനിലോട്ട് ഇങ്ങോട്ട് പിടിക്കണം. അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചേർക്കാനൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ ബാറ്റർ തയ്യാറാക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇലക്ട്രോണിക് ബീറ്ററാണ്. ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ മുട്ടയുടെ മിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി തൊട്ട് മേലെ വരെ നന്നായിട്ട് ഇളകണം. എന്നാൽ മാത്രമേ ആ മുട്ടയുടെ മിക്സിലേക്ക് ചിക്കൻ്റെ മിക്സ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി അതിന് ശേഷം ഉപ്പുണ്ടോ നോക്കണം. എൻ്റെ കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ട് അതിന്റെ വക്കിലും എല്ലായിടത്തും ആക്കി കൊടുക്കണം. സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം കേക്ക് ചൂടുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ചൂട് തട്ടണ്ട. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൂടി വെച്ചിട്ടുണ്ട്. ഇതിവിടെ കേക്ക് ചൂടാൻ വേണ്ടിയിട്ട് അടിയിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ പാത്രത്തിന് അടിയിൽ വെക്കണ ഒരു മൂടിയാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചെടുക്കട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തുറന്ന് നോക്കണ്ട. ഒരു 10 മിനിറ്റൊക്കെ ആവാൻ നേരത്ത് നമ്മളൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഈർക്കളം എടുത്തിട്ട് അതിലേക്ക് കുത്തി നോക്കുമ്പോൾ അതിനുള്ളതൊന്നും പറ്റി പിടിച്ച് പോരുന്നില്ലെങ്കിൽ ഇത് വെന്തന നാട്ടാർത്ത്. അപ്പം നമുക്കത് ഓഫ് ചെയ്തിട്ട് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിയോണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് അടർത്തിയിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 3 മുട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. അതെല്ലാം നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടാച്ചാൽ കുറേ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം എന്തായാലും ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ ടാറ്റാ.